സമുദ്രത്തിൽ ജീവിച്ചിരുന്ന ഒരു കുഞ്ഞു ഡോൾഫിനാണ് സ്നോബോൾ. ചുമ്മാ ഇരിക്കുന്ന സമയത്ത് കടലിലൊക്കെ ഇങ്ങനെ കറങ്ങി അടിക്കലാണ് ആശാന്റെ പ്രധാന പരിപാടി. അവന്റെ അമ്മ ഒരിക്കലും പോകരുത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ ഒരു ദിവസം സ്നോബോൾ പോവുകയാണ്. അവിടെ നിന്ന് ഒരു നീരാളിച്ചേട്ടൻ അവനെ പേടിപ്പിക്കാനായി വന്നു. ഞാൻ ചുമ്മാ ഈ വഴി പോയപ്പോ കേറിയതാ, എന്റെ അമ്മ എന്നെ കാത്തു നിൽക്കുന്നുണ്ടാകുമെന്ന് പറഞ്ഞ് സ്നോബോൾ ഇവിടെ നിന്ന് തടി തപ്പാൻ നോക്കി. പക്ഷേ നീരാളിച്ചേട്ടൻ വിടുവോ? അതിവരെ പിടിച്ചു വെച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് കടന്നു വന്ന സ്നോബോളിന്റെ അമ്മ അവനുമായിട്ട് രക്ഷപ്പെട്ടു. പക്ഷെ അമ്മ അവിടെ ട്രാപ്പായി പോയി. ഇടയ്ക്കിടയ്ക്ക് വായു എടുക്കാൻ ഇവര് മുകളിലോട്ട് പോകുമല്ലോ. അങ്ങനെ സ്നോബോൾ പോയപ്പോ അവിടെയും നീരാളിച്ചേട്ടൻ അവനെ പിടിച്ചു വെച്ചു. പിന്നീട് ഒരു സാധനം പത്തോ എന്ന് പറഞ്ഞ് വീഴുകയാണ്. അമ്മ വന്നപ്പോൾ സ്നോബോളിന്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അതെന്ത് തരം ജീവിയാണെന്നൊന്നും അവർക്കറിയില്ല. പക്ഷെ സ്നോബോളിന് അതിനെ വേണമായിരുന്നു. അങ്ങനെ കടലിൽ സഭ കൂടിയിട്ട് അവരുടെ നേതാവായ ആമച്ചാരനോട് ഇക്കാര്യം ചോദിക്കാമെന്ന് അമ്മ ഡോൾഫിൻ തീരുമാനിച്ചു. ആമച്ചാർ ആദ്യം ഇതെന്ത് തരം ജീവിയാണെന്നൊന്നും അറിയാതെ ഇവിടെ വളർത്താനായി പറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ കുഞ്ഞുമായിട്ട് ഇണങ്ങുകയാണ്. ആ കുഞ്ഞാണെങ്കിൽ ആമച്ചാരുടെ അരികിൽ പോയിട്ട് കളിയും ചിരിയും ഒക്കെ ആയിട്ട് അവസാനം ആമച്ചാര് ഇവനൊരു സാധുവാണ്, നിങ്ങൾ വളർത്തിക്കോ എന്ന് പറഞ്ഞ് സ്നോബോളിനും അമ്മയ്ക്കും കൊടുക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ സ്നോബോൾ ഏത് സമയവും ആ കുഞ്ഞിനോടൊപ്പമായിരുന്നു കളി. അതിനെ നീന്താൻ പഠിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനും അതുപോലെ അതിന് എയർ കിട്ടണമെങ്കിൽ കടലിന്റെ മുകളിലേക്ക് പോകണമല്ലോ. അങ്ങനെ കടലിന്റെ മുകളിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് സ്നോബോൾ എപ്പോഴും ആ കുഞ്ഞിനോടൊപ്പം ഉണ്ടായിരുന്നു. ആ കുഞ്ഞിന് സ്നോബോൾ ഉണ്ണിക്കുട്ടൻ എന്ന പേരും വെച്ചു. കൂടാതെ സ്നോബോളിന്റെ കൂട്ടുകാരെല്ലാവരും തന്നെ ഉണ്ണിക്കുട്ടന്റെയും കൂട്ടുകാരായിരുന്നു. കാലം ഒരുപാട് കഴിഞ്ഞു. നമ്മുടെ ഉണ്ണിക്കുട്ടന് ഇപ്പൊ ഏകദേശം 5 വയസ്സോളം പ്രായമുണ്ട്. സ്നോബോൾ കുഞ്ഞായിരുന്നപ്പോഴുള്ള അതേ ശീലം അവൻ ഇപ്പോഴുമുണ്ട്. പക്ഷേ ഇപ്പൊ അവന്റെ കൂടെ എപ്പോഴും ഉണ്ണിക്കുട്ടനും ഉണ്ടായിരിക്കും. കടലിൽ ചുമ്മാ കറങ്ങിയടിച്ച് കാണാത്ത സ്ഥലങ്ങളൊക്കെ പോയി കാണലാണ് ഇപ്പൊ 2 കൂട്ടരുടെയും പരിപാടി. അങ്ങനെ ഒരു ദിവസം നമ്മുടെ സ്നോബോള് ഒരു കൊച്ചു കോസ്റ്റിലേക്ക് നമ്മുടെ ഉണ്ണിക്കുട്ടനുമായിട്ട് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ അവന്റെ വായിൽ നിന്ന് അറിയാതെ പുറത്തേക്ക് വന്ന ഒരു വാക്ക് അത് ഉണ്ണിക്കുട്ടനെ വളരെ വേദനിപ്പിച്ചു. ഈ സ്ഥലത്ത് നിന്നാ നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് എന്നാണ് സ്നോബോൾ പറഞ്ഞത്. എന്നെ കിട്ടിയെന്നോ? ഞാൻ ശരിക്ക് ഡോൾഫിൻ അല്ലേ? ഞാനും വിചാരിക്കാറുണ്ട് എനിക്ക് നിങ്ങളുടെ പോലെ നീന്താൻ പറ്റില്ല, നിങ്ങളുടെ പോലെ വാലില്ല, അപ്പൊ ഞാൻ ശരിക്ക് ഡോൾഫിൻ അല്ല അല്ലേ എന്ന് ഉണ്ണിക്കുട്ടൻ ചോദിക്കുകയാണ്. പിന്നെ അവനോട് എന്ത് പറയാനായിട്ടാ? സ്നോബോൾ സത്യമെല്ലാം തന്നെ ഉണ്ണിക്കുട്ടനോട് പറഞ്ഞു. എന്നെ എവിടെ നിന്നാ കിട്ടിയത്? എനിക്ക് അവിടെ പോയി കാണണമെന്ന് ഉണ്ണിക്കുട്ടൻ വാശി പിടിച്ചു. അമ്മ പോവരുത് എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് ഉണ്ണിക്കുട്ടനുമായിട്ട് നമ്മുടെ സ്നോബോൾ പോയി. അവിടെ ഒരു പ്ലെയിൻ ആണ് കിടന്നിരുന്നത്. അതിന്റെ അവശിഷ്ടത്തിന്റെ അകത്തേക്ക് കടന്നപ്പോൾ പച്ച നിറത്തിലെ പ്ലാങ്ക്ടൺ കണ്ട് നമ്മുടെ സ്നോബോൾ അത് കഴിക്കാനായി തുടങ്ങി. അവിടെ നിന്ന് ഒരു സ്ത്രീയുടെ ചിത്രമുള്ള പെൻഡന്റ് നമ്മുടെ ഉണ്ണിക്കുട്ടന് കിട്ടുകയാണ്. ഇവരെ കാണാൻ എന്നെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ ആ പെൻഡന്റ് അവൻ കഴുത്തിലണിഞ്ഞു. പിന്നീട് അവിടെ കണ്ട പ്ലാങ്ക്ടൺ മുഴുവനായിട്ട് അവർ 2 പേരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാങ്ക്ടൺ കഴിച്ചതിൽ പിന്നെ ഒരു പ്രത്യേക അവസ്ഥയിലെത്തിയ അവര് അവിടെ ആടിപ്പാടി കളിച്ചുല്ലസിക്കാനായി തുടങ്ങി. അവിടെ ഫുള്ള് വർണ്ണങ്ങളും അതുപോലെ സൗണ്ടും ഒക്കെ വരുന്നത് പോലെ അവർക്ക് 2 പേർക്കും ഫീൽ ചെയ്യുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അവര് പുറത്തേക്ക് വന്നു. ഒരുപാട് ഭക്ഷണം കഴിച്ചത് കൊണ്ട് തന്നെ അവർ വീട്ടിലെത്തിയിട്ടും മയക്കത്തിലായിരുന്നു. മയങ്ങിക്കിടന്ന അവര് ചുമ്മാ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് സ്നോബോളിന്റെ അമ്മ വരികയാണ്. ഇവര് ആ സ്ഥലത്തേക്ക് പോയെന്ന് മനസ്സിലായ അമ്മ ഇവരെ വഴക്ക് പറയാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു ഉണ്ണിക്കുട്ടൻ അതിന് നിങ്ങൾ എന്റെ അമ്മയല്ലല്ലോ എന്ന് പറഞ്ഞത്. അത് കേട്ട സ്നോബോളിന്റെ അമ്മയ്ക്ക് ഒരുപാട് വിഷമമായി. ഞാൻ നിന്റെ അമ്മ തന്നെയാണ്, അത് ഞാൻ തെളിയിച്ചു തരാമെന്നും പറഞ്ഞ് അതേ സ്ഥലത്തേക്ക് ഈ അമ്മ പോവുകയാണ്. അവിടെ ചെന്നപ്പോ ഉണ്ണിക്കുട്ടൻ ഒരുപാട് അമ്മയോട് സോറിയൊക്കെ പറഞ്ഞു. അല്ല, ഞാൻ തന്നെയാണ് നിന്നെ വളർത്തി വലുതാക്കിയത്, അത് ഞാൻ നിനക്ക് തെളിയിച്ചു തരാമെന്ന് പറഞ്ഞ് അമ്മ നേരെ ആ പോകാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് പോയി അവിടെ കിടന്നിരുന്ന പ്ലെയിനിന്റെ അവശിഷ്ടത്തിന്റെ ഉള്ളിലേക്ക് പോയി. സ്നോബോളും ഉണ്ണിക്കുട്ടനും അമ്മയെ ഒരുപാട് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മ പുറത്തേക്ക് വന്നില്ല. അമ്മയെ കാണാനില്ലെന്നുള്ള വാർത്ത ഉണ്ണിക്കുട്ടനും സ്നോബോളും വന്ന് ആമച്ചാരുടെയും ആൾക്കാരുടെയും അരികിൽ പറഞ്ഞു. അവിടെ ആ നീരാളിയുണ്ട്, അവന്റെ അടുത്ത് നിന്ന് അമ്മയെ രക്ഷിക്കാൻ കുറച്ചു പണിയാണെന്ന് ആമച്ചാര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അന്നത്തെ ആ കുഞ്ഞൻ നീരാളി ഇപ്പൊ വലുതായിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഓ, നിന്റെ അമ്മ അവിടേക്ക് വന്നു എന്നാണോ പറയുന്നത്? ഇതിനോടകം തന്നെ അവരുടെ കഥ കഴിഞ്ഞിട്ടുണ്ടാകും. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കഥ കഴിക്കാനാണെന്ന് ആ നീരാളി ചേട്ടൻ പറയുകയാണ്.
നീരാളി ചേട്ടൻ അവിടെ കിടന്ന് ഒരു പച്ച നിറത്തിലെ പ്ലാങ്ടൺ കഴിച്ച് ഇപ്പൊ വലിയ തടിയനായി മാറിയതൊക്കെ തന്നെ നീരാളി ചേട്ടൻ പറഞ്ഞു. പോരാത്തതിന് ഇപ്പോ ഒരു കറുത്ത നിറത്തിലെ മഷി ഉണ്ടാക്കാനായിട്ടും നീരാളി ചേട്ടന് കഴിവുണ്ടായിരുന്നു. ആ കറുത്ത മഷിയിലൂടെ പോയ എല്ലാ മീനുകളും നീരാളി ചേട്ടന്റെ അടിമയായി മാറുമായിരുന്നു. സ്നോബോളും ഉണ്ണിക്കുട്ടനും ആമച്ചാരും അതിൽ പെടാതെ രക്ഷപ്പെടാൻ തുടങ്ങി. എന്നാൽ സ്നോബോളിനോട് പണ്ടേ പകയുണ്ടായിരുന്ന ആ നീരാളി ചേട്ടൻ, നിന്റെ അനിയനാണോ ഈ ചെക്കൻ, ഇവനെ ഞാനിപ്പോ അപകടത്തിൽ പെടുത്തുമെന്നും പറഞ്ഞ് മനുഷ്യരെറിഞ്ഞ വലയിലേക്ക് ഉണ്ണിക്കുട്ടനെ തള്ളിവിടുകയാണ്. സ്നോബോൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, എന്റെ അനിയനെ ഒന്നും ചെയ്യല്ലേ എന്ന്. കാരണം അവന്റെ അമ്മ അവസാനമായി പറഞ്ഞതും നിന്റെ സഹോദരനെ സംരക്ഷിക്കണമെന്നായിരുന്നു. പക്ഷെ ഉണ്ണിക്കുട്ടൻ ആ വലയ്ക്കകത്ത് പെട്ടുംപോയി. അവരുടെ കൂട്ടുകാരെല്ലാവരും തന്നെ നീരാളി ചേട്ടന്റെ അടിമയുമായി. പിന്നീട് ഉണ്ണിക്കുട്ടൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ കരയിലായിരുന്നു ഉണ്ടായിരുന്നത്. ജനിച്ചതിൽ പിന്നെ അവൻ മനുഷ്യരെ കണ്ടിട്ടേയില്ലായിരുന്നു. മനുഷ്യന്മാര് എന്താണെന്നോ അവരെങ്ങനെയാണെന്നോ അറിയാത്ത നമ്മുടെ ഉണ്ണിക്കുട്ടൻ വിചിത്രമായ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. അവന് നടക്കാൻ കൂടി അറിയില്ലായിരുന്നു. അവിടെ കണ്ടത് ഒരു ക്യാപ്റ്റനാണ്. ഒരു തടിമാടൻ അടുത്തിരിക്കുന്നു എന്ന് മാത്രം ഉണ്ണിക്കുട്ടന് മനസ്സിലായി. അവനിവിടെ പെട്ടുകിടക്കുകയാണെന്ന് കരുതി കടലിലേക്ക് നീന്തി പോകുകയാണ് ആ മണലിലൂടെ. അപ്പോഴാണ് തീരത്തായി കിടക്കുന്ന ഒരുപാട് ഡോൾഫിനുകളെ കാണുന്നത്. കൂട്ടത്തിൽ സ്നോബോളിനെ ഉണ്ണിക്കുട്ടൻ കണ്ടു. അവൻ ഓടിപ്പോയി, സ്നോബോൾ നീ എന്താ ഇവിടെ എടുക്കുന്നേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ നിന്നെ ഇവര് പിടിച്ചോണ്ട് വന്നപ്പോൾ അവരുടെ പിറകെ ഇങ്ങോട്ട് വന്നതാണെന്ന് സ്നോബോൾ പറഞ്ഞു. നമ്മുടെ അമ്മയെ നമുക്ക് നഷ്ടമായെന്ന് സ്നോബോൾ പറഞ്ഞത് കേട്ട് ഉണ്ണിക്കുട്ടനും ഒരുപാട് സങ്കടമാകുകയാണ്. ഇവര് രണ്ടുപേരും ചേർന്ന് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ക്യാപ്റ്റന് മനസ്സിലായില്ല. ഉണ്ണിക്കുട്ടൻ സ്നോബോളിനെ കടലിലേക്ക് തള്ളിവിടുകയാണെന്ന് കണ്ടപ്പോ ക്യാപ്റ്റൻ അവരെ സഹായിച്ചു. അപ്പോഴാണ് ഉണ്ണിക്കുട്ടന്റെ കഴുത്തിലെ മാല ക്യാപ്റ്റൻ കാണുന്നത്. നീ അതിന്റെ കൂടെ പോകാതെ, നിന്റെ അമ്മയെ എനിക്കറിയാം, ഞാൻ അവരെ കണ്ടുപിടിച്ച് തരാമെന്ന് ക്യാപ്റ്റൻ പറഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടൻ സ്നോബോളിനോട് യാത്ര പറഞ്ഞ്, അമ്മയെ കണ്ടുപിടിച്ച് ഞാനും നിന്റെ അരികിലേക്ക് വരാം, എന്റെ അമ്മ നിന്റെ അമ്മയുമായിരിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ തിരിച്ച് ക്യാപ്റ്റൻ അരികിലേക്ക് വരികയാണ്. ഈ സമയം ക്യാപ്റ്റൻ അവിടുത്തെ സ്രാങ്കിനോട് വന്ന്, ഇത്തവണ കക്കവാരൽ മത്സരത്തിൽ ഞാൻ തന്നെ വിജയിക്കും, നിങ്ങൾ എല്ലാ കൊല്ലവും പ്രഖ്യാപിക്കുന്ന പാരിതോഷികം ഇത്തവണയും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെയുണ്ട്, എന്നാൽ മത്സരം നടന്നു കഴിഞ്ഞ് നീ എങ്ങാൻ തോറ്റു കഴിഞ്ഞാൽ ഞാനിങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയരുതെന്ന് സ്രാങ്ക് പറയുകയാണ്. ഉണ്ണിക്കുട്ടൻ ഇപ്പോ ക്യാപ്റ്റന്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ നിറങ്ങി നീങ്ങി പുറത്തേക്ക് നോക്കുമ്പോൾ ക്യാപ്റ്റന്റെ ഭാര്യയും മകളും പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ മനുഷ്യൻ എന്നോട് പറയാതെ വീടും പൂട്ടി ഇപ്പൊ എങ്ങോട്ടാ പോയതെന്ന് ക്യാപ്റ്റന്റെ ഭാര്യ ചോദിക്കുകയാണ്. അവിടെ ഉണ്ണിക്കുട്ടന്റെ പോലെ നിൽക്കുന്ന ഒരു കുട്ടി ആ ലേഡിയെ അമ്മ എന്ന് വിളിക്കുന്നത് കേട്ട് ഉണ്ണിക്കുട്ടനും ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയോടി മാർക്കറ്റിൽ കണ്ട സ്ത്രീകളെ എല്ലാവരെയും അമ്മ എന്ന് വിളിക്കുകയാണ്. അവൻ കരുതിയിരുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളെ വിളിക്കുന്ന പേരാണ് അമ്മ എന്നാണ്. അത്രയും കാലം കടലിൽ ജീവിച്ച അവന് കടലിലെ ജീവികളുടെ സംസാര ഭാഷ അറിയാമായിരുന്നു. ഗ്ലോബിൽ കിടക്കുന്ന ഒരു മീൻ അവനോട് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞതും ആ ഗ്ലോബോടക്കനെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ എടുത്തോടി അതിനെ അങ്ങനെ തന്നെ കടലിലേക്ക് വലിച്ചെറിയുകയാണ്. അവൻ കള്ളനാണെന്നും പറഞ്ഞ് അവന്റെ പിറകെ നാട്ടുകാര് കൂടി. എന്നാൽ ഈ മീൻ കടലിൽ വീണിട്ടും അത് ഗ്ലോബിൽ തന്നെ അകപ്പെട്ട് കിടക്കുകയാണ്. പാവം ഉണ്ണിക്കുട്ടൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. ഈ സമയത്ത് ഇപ്പോഴും സ്രാങ്ക് ക്യാപ്റ്റനെ തന്നെ വെല്ലുവിളിച്ചതിന്റെ പേരിൽ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ക്യാപ്റ്റന്റെ ഭാര്യ വന്ന് ഇതാരാണെന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ഇത് പൊന്മുട്ടയിടുന്ന താറാവാണ്, നമുക്കിവനെ കൊണ്ട് മത്സരം വിജയിച്ച് പാരിതോഷികം കൊണ്ട് പണക്കാരാകാമെന്ന് ക്യാപ്റ്റൻ പറയുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഉണ്ണിക്കുട്ടനെ പരിശീലിപ്പിക്കുക എന്നതായിരുന്നു ക്യാപ്റ്റന്റെ പ്രധാന പരിപാടി. അവനെ കൊണ്ട് എന്നും കടലിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് സ്നോബോളിന്റെ കൂടെ കളിക്കാനും വിടും, കക്ക വാരാൻ പഠിപ്പിക്കും, പിന്നെ മീൻ പിടിക്കാനൊക്കെ പഠിപ്പിക്കും. ഈ സമയത്തൊക്കെ തന്നെ കടലിലുണ്ടായിരുന്ന ഡൈവ് ചെയ്യുന്ന ആള് ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ മത്സരം വിജയിച്ചാൽ മാത്രമേ നിന്റെ അമ്മയുടെ അടുക്കലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകൂ എന്ന് ക്യാപ്റ്റൻ ഉണ്ണിക്കുട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ഇക്കാര്യം സ്നോബോളിനോടും പറഞ്ഞു. അപ്പൊ മത്സരം എന്തായാലും വിജയിക്കാൻ സ്നോബോളും സഹായിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ഇന്നാണ് ആ മത്സരം നടക്കുന്ന ദിവസം വന്നെത്തിയിരിക്കുന്നത്. നമ്മുടെ സ്രാങ്കും കൂട്ടരും ഒരു വലിയ കപ്പലിലാണ് അങ്ങോട്ട് വന്നിരിക്കുന്നതെങ്കിൽ ക്യാപ്റ്റനും ഉണ്ണിക്കുട്ടനും ഒരു കുഞ്ഞു തോണിയിലാണ് വന്നിരിക്കുന്നത്. സ്രാങ്കിന് മത്സരിക്കാനായിട്ട് 3-4 പേരുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ക്യാപ്റ്റന് ഉണ്ണിക്കുട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 3-4 പേര് ഒന്നിച്ചു കൊണ്ടുവരുന്ന മുത്തുച്ചിപ്പിയേക്കാളും കക്കയേക്കാളും കൂടുതൽ ഉണ്ണിക്കുട്ടൻ ഒരാള് കൊണ്ടുവരണം. എന്നാലാണ് ക്യാപ്റ്റൻ വിജയിക്കുകയുള്ളൂ. അങ്ങനെ മത്സരം തുടങ്ങുകയാണ്. ഉണ്ണിക്കുട്ടൻ താഴേക്ക് പോയി സ്നോബോളിനെയും കൂട്ടിക്കൊണ്ട് കടലിന്റെ അടിത്തട്ടിലേക്ക് പോവുകയാണ്.
എല്ലാവരും മുകളിൽ നിന്നെല്ലാം കക്കയും മുത്തുച്ചിപ്പിയും വാരിക്കൊണ്ടിരുന്നു. എന്നാൽ ഉണ്ണിക്കുട്ടൻ കുറേയേറെ ക്വാളിറ്റി കൂടിയ മുത്തുച്ചിപ്പികൾ വാരിക്കൊണ്ടേയിരിക്കുകയാണ്. സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. ക്യാപ്റ്റൻ അത് ഉണ്ണിക്കുട്ടനെ കൊട്ടി അറിയിച്ചു. സമയമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ഉണ്ണിക്കുട്ടൻ വരുന്നത്. വലിയ പ്രതീക്ഷയോടെ ക്യാപ്റ്റൻ അവന്റെ കിഴി തുറന്നതും അതിലൊരു 5-6 മുത്തുച്ചിപ്പികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വയം വിജയം പ്രഖ്യാപിച്ച് ശ്രാങ്ക് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് ക്യാപ്റ്റന് ഇതിൽ നിറയെ മുത്തുകളാണെന്ന് ഉണ്ണിക്കുട്ടൻ കാണിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ട് നമ്മൾ വിജയിച്ചേ, നമ്മൾ പണക്കാരായേ എന്ന് ക്യാപ്റ്റൻ തുള്ളിച്ചാടാൻ തുടങ്ങി. അപ്പോഴാണ് ഇവരുടെ ഈ കുഞ്ഞു തോണി ആരോ നങ്കൂരമിട്ട് പിടിക്കുന്നത്. കടൽ കൊള്ളക്കാരെ പോലെ തോന്നിപ്പിക്കുന്ന ആദിവാസികളായിട്ടുള്ള 3 പെണ്ണുങ്ങളായിരുന്നു അത്. ആ മുത്തുച്ചിപ്പി എവിടെയെന്ന് ക്യാപ്റ്റനോട് അവർ ചോദിക്കുകയാണ്. ആ നങ്കൂരമിട്ട് പിടിച്ചപ്പോ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ അതൊക്കെ വിഴുങ്ങി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയെങ്കിലും പുറത്തെടുക്കണം. ഈ ഭക്ഷണമൊക്കെ കഴിച്ചേന്ന് അവര് കൊണ്ടുവന്ന ഭക്ഷണം വെച്ചുകൊടുത്ത് ക്യാപ്റ്റനോട് പറയുകയാണ്. എന്നിട്ട് അവര് എന്തോ പ്രത്യേക ഭാഷയിലുള്ള ഒരു പാട്ടും പാടാനായിട്ട് ആരംഭിച്ചു. അവര് പാട്ട് പാടുന്നത് കേട്ട് ക്യാപ്റ്റനും അതേ പാട്ട് പാടുകയാണ്. ഈ സമയം അവരുടെ കപ്പലിലുണ്ടായിരുന്ന ഒരു സ്രാവിനെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ മോചിപ്പിച്ചു. അതിന് താഴെയായിട്ട് സ്നോബോളിനെയും കാണുകയാണ്. ഇവർക്ക് മാത്രം അറിയാവുന്ന പാട്ട് പാടിയ ക്യാപ്റ്റനെ അവർ അവരുടെ ദ്വീപിലേക്ക് കൊണ്ടുപോയിട്ട് തലൈവിയെ കാണിക്കാമെന്ന് പറയുകയാണ്. കൂടെ ഉണ്ണിക്കുട്ടനും ഉണ്ടായിരുന്നു. ഈ പാട്ട് എനിക്ക് നേരത്തെ അറിയാം, എനിക്കൊരു മുത്തശ്ശി പഠിപ്പിച്ചു തന്നതായെന്ന് ക്യാപ്റ്റൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ചെറിയ ഗുഹയിലാണ് അവരുടെ തലൈവി ജീവിക്കുന്നത്. ഉണ്ണിക്കുട്ടനും അവരെ ഫോളോ ചെയ്ത് പിറകെ തന്നെ വരികയാണ്. അവരുടെ തലവിയുടെ പേര് അമ്മിണി അമ്മൂമ്മ എന്നായിരുന്നു. അമ്മിണി അമ്മൂമ്മയ്ക്ക് ക്യാപ്റ്റനെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് മുത്തുച്ചിപ്പി കൊണ്ടുതരാമെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പോയ ആളാണ് ക്യാപ്റ്റൻ. ഇവരുടെ ഗുഹയിലായിട്ടുള്ള വെള്ള സ്രോതസ്സിൽ കിടക്കുന്ന ഒരു ലേഡിയെ കണ്ട് അത് തന്റെ അമ്മയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഉണ്ണിക്കുട്ടൻ അവിടേക്ക് പോയി നോക്കുകയാണ്. ഉണ്ണിക്കുട്ടനെ തിരിച്ചു വിളിച്ച അമ്മിണി അമ്മൂമ്മ കഥ പറഞ്ഞു കൊടുത്തു. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായി. അതിൽ നിന്ന് ഈ സ്ത്രീയെ ക്യാപ്റ്റൻ രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അവളുടെ ചികിത്സയ്ക്കുള്ള മരുന്ന് ആ വിമാനത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പോഴാണ് ക്യാപ്റ്റന്റെ കൂടെ നടക്കുന്ന കൊട്ടമധു അങ്ങോട്ട് വരുന്നത്. ആ സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയാമെന്ന് കൊട്ടമധു പറഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു, ഇതെന്റെ അമ്മയാണെങ്കിൽ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി അതിനകത്ത് കയറി മരുന്ന് ഞാൻ എടുക്കാമെന്ന് പറയുകയാണ്. ക്യാപ്റ്റനെ തിരഞ്ഞ് അവന്റെ ഭാര്യ അവന്റെ സുഹൃത്തുക്കളോടൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവനെ കാണാതായപ്പോ എല്ലാവരും കൈമലർത്തുകയാണ്. ക്യാപ്റ്റൻ അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെ ഫ്രണ്ട്സ് പറഞ്ഞു. അങ്ങനെ ഭാര്യ സ്വയം അന്വേഷിക്കാനായി കപ്പലെടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ സമയം കൊട്ടമധുവിന്റെ കൂടെ ഉണ്ണിക്കുട്ടൻ ആ പ്ലെയിൻ ക്രാഷ് ഉണ്ടായ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. സ്നോബോളും സഹായിക്കാമെന്നേറ്റു. അങ്ങനെ ആ നീരാളിയുള്ള സ്ഥലത്തെ വകവെക്കാതെ അവിടേക്ക് സ്നോബോളിനെയും കൂട്ടിക്കൊണ്ട് ഉണ്ണിക്കുട്ടൻ പോവുകയാണ്. അതിലെ മരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി അമ്മയുടെ അസുഖം ഭേദപ്പെടുത്താമെന്ന് അമ്മിണി അമ്മൂമ്മ അവന് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവര് പതിയെ അന്നവര് കണ്ടുപിടിച്ച ആ ഒരു പ്ലെയിനുള്ള സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോഴാണ് ആമച്ചാരെ കാണുന്നത്. ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. ആ നീരാളിച്ചേട്ടൻ ഇവിടെ മുഴുവൻ ആകെ വൃത്തികേടാക്കി. ഇപ്പോ കടൽ ജീവികളിൽ മുക്കാലും അവന്റെ അടിമകളാണെന്നൊക്കെ ആമച്ചാര് പറഞ്ഞു. അങ്ങനെ നീരാളിച്ചേട്ടന്റെ കണ്ണിൽപ്പെടാതെ ആ പ്ലെയിൻ ക്രാഷ് നടന്ന സ്ഥലത്തേക്ക് നമ്മുടെ സ്നോബോളും ഉണ്ണിക്കുട്ടനും ചേർന്ന് പോവുകയാണ്. അതിനകത്തേക്ക് പോകുമ്പോൾ ആ പ്ലാങ്ടൺ കഴിക്കരുത്. ഈ നീരാളിച്ചേട്ടൻ അതൊക്കെ കഴിച്ചിട്ടാണ് ഇത്രയ്ക്ക് മോശമായിരിക്കുന്നതെന്ന് ആമച്ചാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് മരുന്നൊക്കെ എടുത്ത് വഞ്ചിയിലിരിക്കുന്ന കൊട്ടമധുവിന് ഉണ്ണിക്കുട്ടൻ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അയാളുടെ ഭാവം മാറി. ഞാൻ ഇത്രയും വർഷം ആ മണ്ടൻ ക്യാപ്റ്റന്റെ കൂടെ ജീവിച്ചതേ ഇതെനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു, അവൻ പറഞ്ഞു തുടങ്ങി. നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ അച്ഛനെയും അമ്മയെയും പുള്ളിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. കടലിൽ ജീവികളുടെ വലിപ്പം വെപ്പിക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കുന്ന ശാസ്ത്രജ്ഞരായിരുന്നു അവര്. എന്നാൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലോകം മുഴുവൻ മുടിക്കാനുള്ള ഒരു മരുന്നായി അത് തീരുമെന്ന് കണ്ടിട്ട് നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ അമ്മ ആ മരുന്നെടുത്ത് ഇവിടെ നിന്ന് ഓടിയതായിരുന്നു. ഈ മരുന്നിന് വേണ്ടിയിട്ടാണ് കൊട്ടമധു ഇത്ര നാളും ക്യാപ്റ്റന്റെ പിറകെ കൂടിയിരുന്നത്. അങ്ങനെ ആ മരുന്നെടുത്ത് നീരാളിയിലേക്ക് ഒഴിച്ചുകൊടുത്ത് ആ നീരാളിയെ ഒന്നുകൂടി വലുതാക്കി കൊട്ടമധു തന്റെ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു മരുന്ന് ഉള്ളിലുള്ളത് കൊണ്ടാണ് നീരാളിക്ക് ഒരു കറുത്ത നിറത്തിലെ ദ്രാവകം പുറപ്പെടുവിപ്പിക്കാൻ പറ്റുന്നത്. സ്നോബോളിന്റെ കൂടെ തിരിച്ചെത്തിയ ഉണ്ണിക്കുട്ടൻ ഈ കഥയൊക്കെ ഉണ്ണിക്കുട്ടൻ അമ്മിണി അമ്മൂമ്മയോട് പറഞ്ഞു കൊടുത്തു. പക്ഷെ അവർക്കിതൊക്കെ അവന്റെ അമ്മ പറഞ്ഞ് നേരത്തെ തന്നെ അറിയാമായിരുന്നു. നീരാളി പുറപ്പെടുവിപ്പിക്കുന്ന ആ കറുത്ത ദ്രാവകമാണ് ബ്ലാക്ക് പോഷൻ.
അതിനെ എതിരിടാൻ പാകത്തിനുള്ള ക്ലിയർ സൊല്യൂഷൻ ഇവരുടെ കയ്യിലുണ്ട്. ഇതൊക്കെ നേരത്തെ കാലത്തെ ഞാൻ കണ്ടതാണ്. ഇനി നമുക്കധികം സമയമില്ല. ഇപ്പോഴാണ് നമ്മൾ ക്ലിയർ സൊല്യൂഷൻ കടലിലേക്ക് ഒഴുക്കി വിടേണ്ടത്. അല്ലെങ്കിൽ കൊട്ടമധുവും ആ നീരാളി ചേട്ടനും കൂടി കടലിലെ ജീവികളെയും കടലിനോട് അനുബന്ധിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരെയും ഒന്നടങ്കം ഇല്ലാതാക്കും. അത് പാടില്ല എന്ന് പറഞ്ഞ് അമ്മിണി അമ്മൂമ്മ ആ ക്ലിയർ സൊല്യൂഷൻ കടലിലേക്ക് ഒഴുക്കി വിടുകയാണ്. പക്ഷെ അത് അധികമൊന്നുമില്ല. അതുകൊണ്ട് ഉള്ള സൊല്യൂഷൻ നമ്മൾ കടലിൽ കലക്കണമെന്ന് പറയുന്നു. അതിനുവേണ്ടി ഉണ്ണിക്കുട്ടൻ സ്നോബോളിന്റെ സഹായത്തോടു കൂടി പോവാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ക്യാപ്റ്റൻ തന്റെ ഭാര്യ തന്നെ അന്വേഷിച്ച് ഈ ഐലൻഡിലേക്ക് വരുന്നത് കാണുന്നത്. ഉണ്ണിക്കുട്ടനും സ്നോബോളും പോകുന്നത് കണ്ട് സ്നോബോളിന്റെ സുഹൃത്തുക്കളായ ബാക്കി ഡോൾഫിൻസും ഇവരെ സഹായിക്കാനായിട്ട് കൂടെ ചേരുകയാണ്. ഈ സമയം നീരാളി ചേട്ടനും കൊട്ടമധുവും കൂടി തന്റെ അടിമകളായിട്ടുള്ള കടൽ ജീവികളെയും കൊണ്ട് ഇവരോട് യുദ്ധത്തിനെന്ന പോലെ വരുന്നുണ്ടായിരുന്നു. സ്നോബോളും ഉണ്ണിക്കുട്ടനും നിൽക്കുന്നത് ക്ലിയർ ആയിട്ടുള്ള സ്ഥലത്ത്, അതായത് കടലിലെ ശുദ്ധജലത്തിലാണെങ്കിൽ മറ്റവർ നിൽക്കുന്നത് ആ വിഷപദാർത്ഥമായിട്ടുള്ള ബ്ലാക്ക് പോഷൻ അടങ്ങിയിരിക്കുന്ന വെള്ളത്തിലാണ്. എന്നാൽ അവിടെ നിന്ന് ജീവികൾ ഈ ശുദ്ധജലത്തിലേക്ക് വന്നതും ഈ നീരാളി ചേട്ടന്റെ അടിമത്വമെല്ലാം അവസാനിക്കുകയാണ്. അവർക്ക് കാര്യമെല്ലാം മനസ്സിലാകുന്നു. ഈ സമയത്ത് ഉണ്ണിക്കുട്ടനെ സഹായിക്കണമെന്ന ആഗ്രഹം ക്യാപ്റ്റനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, ഇത്രയ്ക്ക് തടിയുണ്ടെങ്കിൽ എന്താ, നിങ്ങൾക്ക് കടലിൽ നീന്തിക്കൂടെ? ആ ക്ലിയർ സൊല്യൂഷൻ കലക്കാനായി സഹായിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ സ്നോബോളിനെ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ കൊട്ടമധുവിനെ നേരിടാം, ബാക്കി എല്ലാവരും ചേർന്ന് നീരാളി ചേട്ടനെ നേരിടൂ എന്ന് പറയുന്നു. ആമച്ചാരും ഇവരെ സഹായിക്കാനായി കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കൊട്ടമധുവും നീരാളി ചേട്ടനും മാത്രമേ അവരുടെ ഗ്യാങ്ങിലുള്ളൂ. ബാക്കി എല്ലാവരും ക്ലിയർ സൊല്യൂഷനിലേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കിയിട്ട് സ്വഭാവം നല്ലതാക്കി മാറ്റിയിരിക്കുന്നു. കൊട്ടമധു കയ്യിലുണ്ടായിരുന്ന ബാക്കി മരുന്നുകൂടി ഈ നീരാളി ചേട്ടന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാത്തിനും ഒരളവും കാര്യവും ഒക്കെയില്ലേ. ഒരുപാട് മരുന്ന് അകത്ത് ചെന്ന ഈ നീരാളി ചേട്ടൻ ഒരു പടുകൂറ്റൻ ഭീകരനായിട്ട് മാറുകയാണ്. അതിന് സ്വയം നിയന്ത്രിക്കാൻ വരെ പറ്റാതായിരിക്കുന്നു. തൊട്ടടുത്ത് കണ്ട ഒരു കപ്പൽ അപ്പാടെ അത് തകർത്ത് കളയുകയാണ്. പിന്നീട് ഓയിൽ പോലുള്ള ഒരു സംഗതി കടലിലേക്ക് പരക്കുന്നുണ്ട്. ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ആ നീരാളി ചേട്ടൻ കൊട്ടമധുവിനെ അകത്താക്കിയിട്ട് കടലിൽ അങ്ങോളം ഇങ്ങോളം അലയടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഓയിലിന് കടലിൽ തീ പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നീരാളി ചേട്ടൻ നേരെ പോയിരിക്കുന്നത് അമ്മിണി അമ്മൂമ്മ അമ്മയെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഗുഹയുടെ അടുത്തേക്കാണ്. എനിക്ക് എന്റെ അമ്മയെ സംരക്ഷിക്കണം, ഞാൻ അവിടേക്ക് പോകുവാണെന്നും പറഞ്ഞ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ അവിടേക്ക് ചാടിക്കയറുന്നു. ഇപ്പൊ ഒരു മഴ പെയ്തല്ലാതെ ഇവിടെ കാര്യങ്ങളൊന്നും ശരിയാവില്ല. ഒരുപാട് ആ മരുന്നകത്ത് ചെന്ന നീരാളി ചേട്ടനെ ഇല്ലാതാക്കാനും മഴ പെയ്യണം. പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപ് ദൈവസഹായം എന്നതുപോലെ മഴ പെയ്യുകയാണ്. പക്ഷെ ഉണ്ണിക്കുട്ടനെ കാണുന്നില്ല. ഉണ്ണിക്കുട്ടൻ അവസാനമായി നീരാളി ചേട്ടന്റെ അടുക്കലേക്ക് പോയതായിരുന്നു. ഇത് കണ്ട ക്യാപ്റ്റൻ അവനെ തിരഞ്ഞുകൊണ്ട് കടലിൽ നേരെ കൊട്ടിയും പാടിയും നടക്കുന്നു. അന്നേരം ഉണ്ണിക്കുട്ടനാണെങ്കിൽ കടലിന്റെ അടിത്തട്ടിൽ കിടക്കുകയായിരുന്നു. അവിടെ നിന്ന് സ്നോബോൾ ആണ് ഉണ്ണിക്കുട്ടനെ കണ്ടുപിടിച്ച് ക്യാപ്റ്റന്റെ പക്കൽ ഏൽപ്പിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. ഉണ്ണിക്കുട്ടനുമായിട്ട് ക്യാപ്റ്റൻ കരയിലേക്ക് വരികയും ചെയ്തു. ഇപ്പോ കടൽ വെള്ളം എല്ലാം തന്നെ ശുദ്ധമായിരിക്കുന്നു. സ്രാങ്കിനേക്കാൾ നല്ല ധീരശാലി ക്യാപ്റ്റൻ ആണെന്ന് കരയിലുള്ളവരെല്ലാവരും തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോ സ്നോബോളുമായിട്ട് നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാൻ തോന്നുന്ന സമയത്ത് കടലിന്റെ അടിത്തട്ടിലേക്ക് പോകും. കാരണം അമ്മിണി അമ്മൂമ്മ ഇപ്പോ അമ്മയെ സംരക്ഷിക്കുന്നത് കടലിന്റെ അടിത്തട്ടിലാണ്. അങ്ങനെ കടല് മുഴുവൻ അവന്റെ അമ്മ എന്ന് കരുതി അവൻ സന്തോഷിക്കാനും ആരംഭിച്ചു. അത്തരത്തിലെ ഒരു സീനോട് കൂടിയിട്ടാണ് 2021 റിലീസായ ഡോൾഫിൻ ബോയ് എന്ന ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മനുഷ്യന്മാരുടെ ക്രൂരത അതൊരിക്കലും ഒടുങ്ങാത്തതാണ്. പക്ഷേ ഒരു ദിവസം പ്രകൃതി അതിന് തിരിച്ചടിക്കും. അതൊരിക്കലും നമുക്ക് താങ്ങാൻ പറ്റാത്തതുമായിരിക്കും എന്നുള്ള കാര്യമാണ്. നമ്മളുടെ മുന്നിലുള്ള ഒരു നേർക്കാഴ്ച അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഭാവി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു തീമാണ് ഈ സിനിമയിൽ ഇത്ര ക്യൂട്ടായിട്ട് സിമ്പിൾ ആയിട്ട് ഇതിന്റെ അണിയറ പ്രവർത്തകർ അവതരിപ്പിച്ചിട്ടുള്ളത്. സോ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നത്തെ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതോ ആയിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാട്ടോ. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങൾക്ക് ഏത് കാറ്റഗറി മൂവീസ് ആണ് കാണാൻ താല്പര്യം അതൊക്കെ ഒന്ന് കമന്റ്സ് ആയിട്ട് അറിയിക്കുക. അടുത്തൊരു അടിപൊളി മൂവിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.